ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയോട് മാപ്പ് പറയുകയാണ് സി ഐ. അപ്പോൾ സി ഐയും ഈ ഭൂമിയും അതേപോലെ തന്നെ സി ഐയോട് മാപ്പ് പറയുകയാണ്. അപ്പോൾ സി ഐ പറയാ, ഞാൻ ഏതായാലും തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു, കാരണം എല്ലാ കേസ് തെളിയിക്കാനുള്ള കാരണക്കാരി താൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ, അയ്യോ സാറേ, എനിക്കതിൻ്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ട സാറേ, പക്ഷേ സാറിൻ്റെ ഈ സോൾവായിട്ടുള്ളൊരു സംസാരമില്ലേ, തണുത്ത സംസാരം, അത് സാറിന് ഒട്ടും ചേരുന്നില്ല. കാരണം സാറ് ഗ്ലാമറായി തോന്നുന്നത് സാറ് ദേഷ്യപ്പെടുമ്പോഴാണ്. സാറെപ്പോഴും ദേഷ്യപ്പെട്ടിരുന്നാൽ മതി, എന്നാലാ സാറിൻ്റെ ഗ്ലാമർ ശരിക്കറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സി ഐ ദേഷ്യത്തോടെ പറയുകയാണ്, നിക്കടി അവിടെ, നീ എന്താ നിൻ്റെ വിചാരം? ഈ ചായയും വെച്ച് ഇവിടെ പോകാമെന്ന് വിചാരിച്ചോ? നിനക്കൊക്കെ ഒരു ധാരണയുണ്ട്, നീ കൊമ്പത്തെങ്ങ് ആളാണെന്ന്, എല്ലാം തെളിയിച്ചൊരു മഹാത്മയാണെന്ന് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുക. ഇതുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭൂമിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നത് സാർ ഇങ്ങനെ പറയുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സി ഐ ആണെങ്കിൽ, എന്താ ഇത്രയും ദേഷ്യപ്പെട്ടാൽ പോരെ, ഇപ്പം എന്താ എനിക്ക് ഗ്ലാമർ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ സി ഐയുടെ കൂട്ടുകാരനും കൂടി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഭൂമിക്ക് ആശ്വാസമായത്. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ പുറത്തുനിന്ന് വെച്ചാൽ പോലീസുകാരൊക്കെ ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങളൊക്കെ, മാപ്പ് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നല്ലാതെ മാപ്പ് പറഞ്ഞോന്നോ? എന്നോടേ സി ഐ സാറ് മാപ്പ് പറഞ്ഞു എന്ന് പറയാം. സി ഐ സാറ് മാപ്പ് പറഞ്ഞോ? അദ്ദേഹോ? ഭൂമി വെറുതെ നോണ പറയല്ലേ, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണെന്നേ. എന്നോട് മാപ്പ് പറയുകയും സോൾവായി സംസാരിക്കുകയും ചിരിച്ച മുഖത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ എൻ്റെ പൊന്നെ, ഞങ്ങളിതേവരെ കണ്ടിട്ടില്ല അങ്ങനെ ആരോട് മാപ്പ് പറയുന്നതും അദ്ദേഹം ചിരിച്ച് സംസാരിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടില്ല. ഭയങ്കര ദേഷ്യക്കാരൻ തന്നെയാണ് ഞങ്ങളൊരു വിശ്വാസം. അതൊക്കെ ഞാനിപ്പോൾ തെറ്റിച്ചിരിക്കുന്നു. എന്നോട് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിച്ചതും മാപ്പ് പറയുകയും ചെയ്തു. ഇതാണ് ഭൂമിയുടെ മിടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഭൂമിയാൾ കൊള്ളാം എന്ന് പോലീസുകാരൊക്കെ പറയാം. ഈ സമയം തന്നെ നമ്മുടെ ഭവാനിയെ കാണിക്കുകയാണ്. അപ്പോൾ ഭവാനിക്കാണെങ്കിൽ അതിലേറെ ടെൻഷനാണ്. കാരണം അച്യുതനെ കാണുകയും ചെയ്തു. ഇനി അച്യുതൻ്റെ കൂടെയുള്ള ആ പെൺകുട്ടി ആരാണെന്ന് കൂടി കണ്ടെത്തണം. അങ്ങനെ ഗുണ്ടയെ വിളിച്ചു വരുത്തുകയാണ്. മാഡം, എന്താ മാഡം എന്ന് ചോദിച്ചപ്പോഴേക്ക്, ഞാൻ തന്നോട് പറഞ്ഞല്ലോ, ഞാൻ കൊല്ലാൻ ഒരു പെൺകുട്ടിയെ അച്യുതൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അയാൾ കൊന്നോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കൊല്ലുന്നതായിട്ട് അയാളൊരു വീഡിയോ കണ്ട് ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളൊരു തെളിവാണ് അന്ന് എൻ്റെ ഫോണിലേക്ക് അയാൾ വീഡിയോ ആയിട്ട് അയച്ചത്. അത് തന്നെയും ഞാൻ കാണിച്ചു തന്നതല്ലേ. പക്ഷേ ഇപ്പോൾ എനിക്കൊരു സംശയം, അയാളുടെ കൂടെയുള്ള മകളില്ലേ, അത് ഞാൻ കൊല്ലാൻ കൊടുത്ത ആ പെൺകുട്ടിയാണോ എന്നൊരു സംശയമുണ്ട്. അതായത് അഭിരാമി, ആ കുടുംബത്തിലെ പെണ്ണ്. അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു പോകും. പിന്നെ എനിക്ക് ആ തറവാട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉള്ളത് അവൻ്റെ മോളല്ല, അല്ലാതെ ഞാൻ കൊല്ലാൻ കൊടുത്ത അഭിരാമയാണെങ്കിൽ രണ്ടിനെയും തീർത്ത് കളഞ്ഞോളാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അടയാളത്തിനായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അവളുടെ തോള് ഭാഗത്തായിട്ട് ഒരു മറുകുണ്ട്. ആ മറുകുണ്ടോന്ന് നോക്കിയാൽ മതി. ആ മറുക് ഉണ്ടെങ്കിൽ ശരിക്കും അഭിരാമി തന്നെയാണ്. ഞാൻ കൊല്ലാൻ കൊടുത്ത അവള് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണെങ്കിൽ വിടില്ല, ഞാൻ ഒന്നിനെയും വിടില്ല. അച്യുതനെയും തീർക്കും, അവളെയും ഞാൻ തീർക്കും. തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി മാഡം. ഞാൻ ഇന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചോളാം. എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വിശദമായി മാഡത്തെ അറിയിക്കുകയും ചെയ്തോളാം. എങ്കിൽ പിന്നെ ശരി, താൻ പോയിക്കോ, തനിക്ക് വേണ്ടതുള്ള കാര്യങ്ങളെല്ലാം ഞാനും ചെയ്തു തന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ടയെ പറഞ്ഞു വിടുക. ഭവാനിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഈ സമയം നമ്മുടെ സി ഐ ആണെങ്കിൽ ആകെ ടെൻഷനിലാണല്ലോ. അപ്പോൾ സി ഐ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു നിശ്ചയം മുടക്കണം. സി ഐ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അവളെയും കാത്താണ് സി ഐ നിൽക്കുന്നത്. അപ്പോൾ അജയ്ക്ക് ഇതെങ്ങനെയും മുടക്കാൻ മാത്രം മതി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അജയ് നേരെ അഞ്ജനയെ വിളിക്കുക. അഞ്ജനയെ വിളിച്ചിട്ട്, എന്താണ് സി ഐ സാറ് എന്നെയൊക്കെ വിളിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും അഞ്ജന, എടോ, എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്, നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിച്ചാലെന്ന് പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും എനിക്ക് അജയോട് സംസാരിച്ചിരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. നമ്മളേതായാലും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ, അപ്പോൾ കൂടുതൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ഞാൻ ഏതായാലും വന്നേക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അജയ് കാണാൻ വേണ്ടി നമ്മുടെ അഞ്ജന വരികയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ അഞ്ജന അജയെ തന്നെ നോക്കി നിൽക്കുക, കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കുക. അപ്പം അജയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, ഇവളെന്താണോ ഇങ്ങനെയൊക്കെ എന്നെ നോക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നിൽക്കുന്നത്.
ആ അപ്പോൾ അജയ് ആണെങ്കിൽ അത് പിന്നെ അഞ്ജന എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്, എന്നിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണോ? എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഭയങ്കര നാണത്തോടു കൂടി തന്നെയാണ് അഞ്ജന അവിടെ ചോദിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അജയ് ആണെങ്കിൽ അതെ, എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല, നിന്നെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറയാ. ഇത് കേട്ട അഞ്ജന ആകെ ഞെട്ടിപ്പോവാണ്. എന്തുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ട്, എനിക്ക് അവളെ മാത്രമേ കല്യാണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ, ഞാൻ അവളെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയാ. അപ്പോൾ അഞ്ജനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കാരണം ഈ CIയുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് ഭൂമിയും അജയുമായി ഭയങ്കര പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ഓടിക്കടന്നു വരുന്നത് അഞ്ജനയുടെ. അപ്പോൾ അഞ്ജന പറയാണ്, പക്ഷേ എൻ്റെയും നിൻ്റെയും കല്യാണം നടന്നില്ലെങ്കിൽ മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കൂലേ? നിനക്ക് മുത്തശ്ശിയോട് തുറന്നു പറയാനായിട്ട് പറ്റുമോ? നിൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടെന്ന് അത് മുത്തശ്ശി സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് മുത്തശ്ശി സമ്മതിച്ചാലും കൊള്ളാം, സമ്മതിച്ചില്ലെങ്കിലും കൊള്ളാം, പക്ഷെ അവളെ അല്ലാതെ എനിക്ക് വേറെ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓരോരോ പെണ്ണുള്ളു, അത് അവളാണ്, ഞാൻ അവളെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറയാം. പക്ഷെ അവളുടെ പേരെന്താണെന്ന് പോലും CIയോടെ പറയുന്നില്ല. അപ്പോൾ അഞ്ജനയ്ക്ക് അവിടെ കലി വരികയാണ്. അഞ്ജന അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യാണ്. അപ്പോൾ അഞ്ജന നേരെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുക. അപ്പോൾ ഭവാനി ഫോൺ എടുത്തിട്ട് എന്താ മോളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഇന്ന് അവനില്ലേ CI അജയ് എന്നെ കാണാൻ വേണ്ടി വിളിച്ചായിരുന്നു, എന്നോട് കുറേ സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാ എന്നെ വിളിച്ചു വരുത്തിയത്. പക്ഷേ അവൻ്റെ നാവിൽ നിന്നും ഓരോ വർത്തമാനം കിട്ടുന്നപ്പോഴേക്കും എനിക്ക് കലിയാ വന്നത്. കാരണം അവൻ പറയാ ഈ കല്യാണത്തിനോട് അവന് താല്പര്യമില്ല എന്ന്, അവൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണാണെന്ന്. ആ പെണ്ണ് ആരാണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ആ ഭൂമിയാണ് അവൻ സ്നേഹിക്കുന്നത് എന്ന് പറയാണ്. മോളെ നീ ടെൻഷൻ ആവാതെ, ഭൂമിയെ അവനൊരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല, അതിന് അമ്മ സമ്മതിക്കത്തുമില്ല. നീയും അജയുമായിട്ടുള്ള കല്യാണം നടക്കും, ഇത് ഞാൻ തരുന്ന വാക്കല്ലേ, ഇത് ഞാൻ സോൾവ് ചെയ്തോളാം, നീ ഫോൺ വെച്ചേര്, ഞാനിവിടെ ചെറിയൊരു പരിപാടിയിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. ഈ സമയം തന്നെ നമ്മുടെ ഈ ഗുണ്ടയാണെങ്കിൽ, അതായത് ഭവാനിയുടെ ഗുണ്ട, ആ ഗുണ്ടയാണെങ്കിൽ ഈ ഒരു നോക്കി നടക്കുക. കാരണം ഈ അച്യുതനെയും ഈ അച്യുതൻ്റെ കൂടെയുള്ള പെണ്ണ് ആരാണെന്ന് തിരിച്ചറിയണമല്ലോ. അപ്പോൾ അച്യുതൻ്റെ വീടിന് ലക്ഷ്യമാക്കി തന്നെ പതിയെ അവിടെ ഒളിഞ്ഞിരിക്കുക. ആ സമയത്ത് മോളെ ഇറങ്ങി വാ, നമുക്ക് പോവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇതാ വരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഇറങ്ങി വരികയാണ്. അപ്പം ഈ ഗുണ്ടയ്ക്ക് മനസ്സിലായി അച്യുതൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന്. ഇനി ഭവാനി പറഞ്ഞ ആ പെണ്ണ് തന്നെയാണോ എന്ന് അറിയാനായിട്ടുള്ള അടയാളം തോളിലാ മറുക, അതും കൂടി അറിഞ്ഞാൽ മാത്രമേ ഗുണ്ടയ്ക്ക് സമാധാനം ആവുള്ളൂ. അങ്ങനെ അച്യുതൻ്റെ ബൈക്കിൽ കയറി നമ്മുടെ ഭൂമി പോവുക. അപ്പോൾ ഭൂമി പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, വണ്ടി ഓടിച്ചൊക്കെ സൂക്ഷിച്ച് പോകണം. ഇതെന്താ പതിവില്ലാത്തൊരു വർത്തമാനം അല്ല, എൻ്റെ മനസ്സിലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്. എൻ്റെ പൊന്നടി, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോഴും ഞങ്ങൾ പോകുന്നതല്ലേ, എപ്പോഴും പോകുന്ന പോലെ ഇന്നും പോകും. കാറ് വർക്കാവുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ വീട് അച്ഛാ, അമ്മ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയും അതേപോലെ തന്നെ അച്ഛനും കൂടി പോവുകയാണ്. പക്ഷേ അച്ഛനെ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് ഭൂമി പറയുകയാണ്, അച്ഛാ എനിക്ക് ഇനി ഒരിടം വരെയും പോകാനുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും മോളെ നീ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ ഉണ്ട് അച്ഛാ, ചിലവരെയൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാനുണ്ട്. ശരി ആയിക്കോട്ടെ. അങ്ങനെ ഭൂമി നേരെ ആ ഒരു മഠത്തിലേക്ക് ചെല്ലുക. മഠത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മഠത്തിൻ്റെ അവിടെ യേശുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മുട്ടുകുത്തിയിരുന്ന് നമ്മുടെ ഭൂമി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എനിക്കൊരു വഴി കാണിച്ചു തരണമേ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, പക്ഷേ എനിക്ക് എവിടെയും ഒരു വഴി തുറന്നു തന്നിട്ടില്ല. എൻ്റെ അച്ഛനാണ് എൻ്റെ ലോകം, അച്ഛനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എൻ്റെ ദൈവമേ, എനിക്കുള്ള എല്ലാ വഴികളും തുറന്നു തരണമേ എന്നിങ്ങനെ ഭൂമി ഇങ്ങനെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് തൻ്റെ അച്ഛന് വേണ്ടി. അപ്പോഴാണ് അതാ ഒരു സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ വിളിക്കുകയാണ്, എന്താ മോളെ, എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ആ ഒരു ഡോക്ടർ തന്ന ആ ഒരു ലെറ്റർ ഈ സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അങ്ങനെ ആ ലെറ്റർ മുഴുവനും സിസ്റ്റർ ഇങ്ങനെ വായിച്ചു നോക്കുക. അതുപോലെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മോളുടെ അച്ഛന് അത്രയ്ക്കും സീരിയസ് ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എൻ്റെ അച്ഛൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്, അച്ഛനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒത്തിരി പണം വേണം, ഒരുപാടിടങ്ങളിലെല്ലാം ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു, പക്ഷേ ഒരു വഴിയുമില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല സിസ്റ്ററെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സിസ്റ്ററെങ്കിലും എന്നെ കൈവിടാതെ
നോക്കണം, കാരണം എനിക്ക് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ കിടന്ന് കരയണം. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം, പക്ഷെ ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എത്രയും പെട്ടെന്നൊന്ന് അന്വേഷിക്കണം. എൻ്റെ അച്ഛൻ്റെ നില ഓരോ ദിവസം കഴിയും തോറും ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയണം. മോള് ധൈര്യമായിട്ട് പോ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഭൂമിയുടെ പിന്നാലെ തന്നെയുണ്ട് ഈ ഗുണ്ടയും. അപ്പോൾ ഭൂമി എങ്ങനെയും പിടികൂടണമല്ലോ. അങ്ങനെ ഈ ഗുണ്ട ഭൂമിയുടെ പിന്നാലെ തന്നെ നടക്കുക. അങ്ങനെ ഈ ഭൂമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ഇങ്ങനെ വരുന്നൊരു സീനാണ് ഭൂമി കാണുന്നത്. അപ്പോൾ ഭൂമിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണേ. അപ്പോൾ ഇത് തോന്നിക്കഴിഞ്ഞപ്പോഴേക്കും ദൈവം ഇത് ആരായിരിക്കും എന്ന് ചിന്തിച്ച് അങ്ങനെ നിക്കടി അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടയും പിന്നാലെ ഓടുക. ഈ ഭൂമിയാണെങ്കിൽ ഓടറാ ഓട്ടം. ഇയാളുടെ കയ്യിലാണെങ്കിൽ വലിയൊരു കത്തിയും ഉണ്ട്. അങ്ങനെ കത്തിയായിട്ട് പിന്നാലെ ഓടുകയും ചെയ്യാണ്. ഭൂമിയുടെ അടയാളം പോലും ഇയാൾ നോക്കിയിട്ടുമില്ല. അപ്പോൾ ആരാണ് എന്താണെന്ന് പോലും അറിയാതെ അച്യുതൻ്റെ കൂടെ ഉള്ളതാണല്ലോ. അപ്പോൾ അവളെ തീർക്കുക, അത് തീർത്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ എന്നാണ് ഇയാളുടെ ചിന്ത. അപ്പോൾ ഭൂമിയെ പിടിച്ചിട്ട് അങ്ങോട്ട് ഓടിക്കുകയാണ്. ഭൂമി ഒരു കല്ലേ തട്ടി അങ്ങോട്ട് വീഴുകയും ചെയ്യുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അതിനു മുമ്പ് തന്നെ അച്യുതൻ വരുമോ? അച്യുതനായിരിക്കും കുത്തേറ്റാൻ പോകുന്നത്, അല്ലെങ്കിൽ CA സാറാണോ വരാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും എപ്പിസോഡ് തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.